പുണ്യമായിട്ട് ഞാൻ കരുതുകയാണ്. നിരവധി വർഷങ്ങളായി മണ്ഡലകാലത്ത് സ്വാമി അയ്യപ്പനെ ദർശിക്കാൻ എത്തുന്ന പതിവ്, ആ പതിവിൻ്റെ ഭാഗമായി ഈ തവണയും എത്താൻ സാധിച്ചു എന്നുള്ളത് സ്വാമി അയ്യപ്പൻ്റെ കലികവരദൻ്റെ അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. തീർച്ചയായിട്ടും തീർത്ഥാടന കാലത്തിൻ്റെ തുടക്കത്തിൽ വെർച്വൽ ക്യൂ വേണോ അല്ലാത്ത വേണോ എന്നൊക്കെയുള്ള ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം പരിഹരിച്ച് സുഗമമായിട്ടുള്ള രീതിയിൽ തീർത്ഥാടനം നടന്നു പോകുന്നു. ഇതുവരെ ഒരു തരത്തിലുള്ള കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളുമില്ലാതെ പോകുന്നു എന്നുള്ളത് ഭക്തർക്കെല്ലാവർക്കും വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് പരിചയസമ്പന്നരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അങ്ങനെയുള്ള ആളുകൾ അതിലേർപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അത് ഭക്തർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്രദമായിട്ട് മാറിയിട്ടുണ്ട്. ദേവസ്വം ജീവനക്കാരെയും അതോടൊപ്പം പോലീസ് അയ്യപ്പന്മാരെയും അവർ നടത്തുന്ന സേവനത്തിന് എത്ര പ്രശംസിച്ചാലും മതിയാകില്ല. അവരുടെ കഠിനാധ്വാനവും അവരുടെ പരിശ്രമവും, രാപ്പകൽ വ്യത്യാസമില്ലാതെയുള്ള പരിശ്രമം, ആ പരിശ്രമമാണ് തീർത്ഥാടനം സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കാരണമാകുന്നത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഈ വെർച്വൽ ക്യൂ സംവിധാനമൊക്കെ അത് സ്പോട്ട് ബുക്കിംഗ് ഒക്കെ നിജപ്പെടുത്തണമെന്ന് സർക്കാർ വലിയ വാശി പിടിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം മറികടന്നുകൊണ്ട് ലക്ഷത്തിലേക്ക് എത്തുകയാണ് അയ്യപ്പ സ്വാമിമാരുടെ വരവ്. തീർച്ചയായിട്ടും അയ്യപ്പന്മാരുടെ എണ്ണത്തിൽ മുൻകാലങ്ങളിൽ നിന്ന് വർധനവുണ്ടായിട്ടുണ്ട്. മുൻകാലങ്ങളിൽ നിന്ന് ഒട്ടു കുറവുണ്ടായിട്ടില്ല. എങ്കിൽ പോലും അതിനെയെല്ലാം ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ അത് സാധിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും പോലീസ് അയ്യപ്പന്മാരുടെയും ജീവനക്കാരായിട്ടുള്ള അയ്യപ്പന്മാരുടെയും ഒക്കെ ജീവനക്കാരുടെ അവരുടെ എല്ലാവരുടെയും പരിശ്രമത്തിൻ്റെ ഫലമാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഈ സർക്കാർ തലത്തിലൊരു തിരുത്തലുണ്ടായോ? കാരണം ഈ പൂരം കലക്കൽ പോലുള്ള ഒരുപാട് വിവാദങ്ങൾ നടക്കുന്ന അല്ല, സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യാനുള്ള നിരവധി കാര്യങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. ഉദാഹരണത്തിന് ശബരിമല മാസ്റ്റർ പ്ലാൻ 17 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ജീവൻ വെച്ച് തുടങ്ങുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 17 വർഷം മുമ്പ് അംഗീകരിക്കപ്പെട്ട ശബരിമല മാസ്റ്റർ പ്ലാൻ, ആ മാസ്റ്റർ പ്ലാൻ ഭക്തർക്ക് കുടിവെള്ളം തൊട്ട് പാർക്കിംഗ് വരെയുള്ള നിരവധി കാര്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്താൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. പക്ഷേ അംഗീകരിക്കപ്പെട്ടതിന് ശേഷം കഴിഞ്ഞ 17 വർഷക്കാലത്തിനിടയിൽ കേരളത്തിൽ ഭരിച്ചിട്ടുള്ള സർക്കാരുകൾ, ആ സർക്കാരുകൾ കാണിക്കേണ്ട ശുഷ്കാന്തി, ആ ശുഷ്കാന്തി കാണിക്കാത്തതിൻ്റെ ഫലമായിട്ടാണ് അത് ഇത്രയും വർഷം നീണ്ടുപോയത്. ഇപ്പോൾ കോടതിയുടെ ഇടപെടലിൻ്റെ ഫലമായിട്ടാണ് വനാതിർത്തിയെ സംബന്ധിച്ചിട്ടുള്ള വ്യക്തത വരുത്തുകയും അതിലൂടെ ആ പദ്ധതി പുനരുജ്ജീവിപ്പിക്കാൻ, ആ പദ്ധതി സുഗമമായിട്ട് നടപ്പിലാക്കുന്ന തലത്തിലേക്ക് നീങ്ങാൻ കാരണമാവുകയും ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് സർക്കാർ കുറേ കൂടി താല്പര്യം കാണിക്കുകയും ശുഷ്കാന്തി കാണിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ തിരക്കിനേക്കാൾ വലിയ തിരക്ക്, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ മാസ്റ്റർ പ്ലാനിൻ്റെയും അപ്പുറത്തുള്ള മാസ്റ്റർ പ്ലാനിൻ്റെ ഈ ഘട്ടത്തിൽ നടപ്പിലാക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല ആ വിഷയം. ഉദാഹരണത്തിന് ഒരു ബേസ് ക്യാമ്പായിട്ട് നിലയ്ക്കൽ വികസിപ്പിച്ചെടുക്കുക. അപ്പോൾ വരുന്ന എല്ലാവരും നിലയ്ക്കലിൽ അവർക്ക് വിരിവെക്കാൻ, അവർക്ക് വിശ്രമിക്കാൻ, അവർക്ക് ആഹാര സൗകര്യങ്ങൾ, അവരുടെ പ്രാഥമിക സൗകര്യങ്ങൾ, അത് കഴിഞ്ഞിട്ട് ശബരിമലയിലേക്കുള്ള തിരക്കിനെ നിയന്ത്രിച്ചുകൊണ്ട് അതനുസരിച്ച് നിലയ്ക്കലിൽ നിന്ന് ആളുകളെ മുന്നോട്ടേക്ക് വിടുക. അതാണ് വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ മുഴുവൻ നടക്കുന്നത്. ഉദാഹരണത്തിന് വൈഷ്ണവദേവി പോലെയുള്ള കേന്ദ്രങ്ങൾ, ആ കേന്ദ്രങ്ങളിലൊക്കെ അതാണ് നടക്കുന്നത്. തിരുപ്പതിയിൽ ഇതിനേക്കാൾ കുറേ കൂടി ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ ബേസ് ക്യാമ്പ് എന്നുള്ള ആശയം, നിലയ്ക്കൽ സ്ഥലമുണ്ട്, പക്ഷേ നിലയ്ക്കലിൻ്റെ സൗകര്യങ്ങൾ ഇപ്പോഴും വളരെ വളരെ പരിമിതമാണ്.
അതുകൊണ്ട് തീർത്ഥാടന കാലത്ത് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടുന്ന ഒരു സ്ഥലമായിട്ട് ശബരിമല ആവുന്നതിന് പകരം ശബരിമല വർഷം മുഴുവൻ സർക്കാരിൻ്റെ ശ്രദ്ധയുണ്ടാകണം, സർക്കാരിൻ്റെ താല്പര്യമുണ്ടാകണം. വികസന പ്രവർത്തനങ്ങൾ, ശബരിമലയിൽ വേണ്ട സൗകര്യങ്ങൾ, ഞാൻ പറഞ്ഞ കുടിവെള്ളം തൊട്ട് പാർക്കിംഗ് വരെയുള്ള മുഴുവൻ കാര്യങ്ങൾ, ഈ കാര്യങ്ങളിൽ ഒരു റൗണ്ട് ദ ഇയർ പ്രവർത്തനം, ആ പ്രവർത്തനം നടന്നാൽ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കി ഭക്തർക്കെല്ലാവർക്കും ആവശ്യമായിട്ടുള്ള പ്രയോജനം ലഭ്യമാവുകയുള്ളൂ. ഒരു പൊളിറ്റിക്കൽ ചോദ്യം ചോദിച്ചാൽ, ഈ കോൺഗ്രസ് നേരത്തെയൊക്കെ തള്ളിപ്പറഞ്ഞ NSSന്റെ SNDPയുടെ അരികിലേക്ക് പോവുകയാണ്. ചില ആൾക്കാർ മുഖ്യമന്ത്രിയാവാൻ വേണ്ടി സാമുദായിക സംഘടനാ നേതാക്കളെയൊക്കെ കണ്ട് അനുഗ്രഹം വാങ്ങി നടക്കുകയാണ്. കോൺഗ്രസിൻ്റെ നിലപാടുകൾ ഓരോ കാലത്ത് അവരുടേതായിട്ടുള്ള അവരുടെ തീരുമാനമാണ്. കോൺഗ്രസിന് എന്ത് നിലപാടെടുക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് കോൺഗ്രസ്സാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ അവർക്കൊരു സ്ഥിര നിലപാടൊന്നും ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. സാമുദായിക നേതാക്കന്മാരോട് എനിക്ക് യാതൊരു എതിർപ്പുമില്ല. കാരണം സാമുദായിക നേതാക്കന്മാർ സമൂഹത്തിലെ വളരെ വലിയൊരു ജനവിഭാഗത്തിന് നേതൃത്വം നൽകുന്ന ആളുകളാണ്. ആ ആളുകളെ തള്ളിപ്പറഞ്ഞ ആളുകൾ ഇപ്പോൾ ആ നിലപാട് മാറ്റിയെങ്കിൽ അത് വളരെ സ്വാഗതാർഹമാണ്. അതല്ല, രാഷ്ട്രീയ താല്പര്യത്തോടു കൂടിയാണ് ഈ സാമുദായിക നേതാക്കന്മാരുടെ തിണ്ണനിരങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ഷേപിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ ആ നിലപാട് മാറ്റുന്നതെങ്കിൽ അത് ജനങ്ങൾ തിരിച്ചറിയും. ഈ രമേശ് ചെന്നിത്തലയാണ് കോൺഗ്രസ് മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ എന്നൊക്കെ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാണെന്നല്ല, അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിനകത്ത് ആരെങ്കിലും ആവും. കോൺഗ്രസ് കേരളത്തിൽ ഭരണത്തിൽ വരാനുള്ള സാഹചര്യം വന്നാലേ ഉള്ളൂ. കോൺഗ്രസ് തകർച്ചയിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയിൽ അതിപ്പോൾ നാളെ അദ്ദേഹത്തിനോട് ചോദിച്ചു നിൽക്കട്ടെ, RSPയിൽ ആരാ മുഖ്യമന്ത്രിയാവാൻ അർഹൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പറയാൻ ഒരു പേരേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുപോലെയാണ് കോൺഗ്രസ്സിൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ ഒരു അഭിപ്രായം. BJPയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാഴവട്ടത്തിലൊരിക്കലാണ് ഇതിങ്ങനത്തെ കാര്യങ്ങൾ നടന്നത്. ഞങ്ങളെല്ലാ 3 വർഷത്തിലൊരിക്കലും ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ചുകൊണ്ട്, ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മാർഗനിർദ്ദേശമാണ് കൃത്യമായിട്ടുള്ള കാലയളവിൽ ആ പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കണമെന്നുള്ളത്. ഞങ്ങളുടെ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്നു. കോൺഗ്രസ് ഇന്ത്യൻ ഭരണഘടനയും മാനിക്കുന്നില്ല, അവരുടെ പാർട്ടി ഭരണഘടനയും മാനിക്കുന്നില്ല. അതാണ് വ്യത്യാസം.